ഗൈസ്, അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് റോബ്ലോക്സ് ആയിട്ടാണ്. അപ്പോ നമ്മള് സദൺ ഓഫ് റോഡ് വെഡിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മളിന്നൊരു ക്യാമ്പിങ്ങിന് പോയാണ്. അത് എവിടെ നിന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എവിടെങ്കിലൊക്കെ നമ്മൾ പോകും. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയൊക്കെ എടുക്കാം. നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുക്കുന്നത് നമ്മുടെ പിക്കപ്പ്. നമ്മൾ ഏതെടുക്കാം ഗൈസ്? എനിക്ക് ഈ വണ്ടിയാണ് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുക്കാം. നമുക്ക് എന്തായാലും വണ്ടി സ്പോൺ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ട്രെയിലറും കൂടി ആഡ് ചെയ്യണം. നമ്മൾ ഇതിൽ പോയിട്ട് ഇങ്ങനെ പോയിട്ട് അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ പോയിട്ട് ഇവിടെ കൊടുക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ ഈ ട്രെയിലറാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ എടുക്കാം, പ്ലക്ക് ചെയ്യണം. നമ്മൾ നോക്കിയാൽ യെസ് കൊടുക്കണം. എന്നിട്ട് ഇത് തന്നെ എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ വണ്ടിയും ട്രെയിലറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി ടൂൾ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കാൻ പോവാം. ഞാൻ ഇന്ന് സ്റ്റിയറിംഗ് വീൽ വെച്ചാണ് കളിക്കുന്നത് ഗൈസ്. അതായത് നമ്മൾ ഫുള്ള് റിയലിസ്റ്റിക് ആയിട്ടാണ് നമ്മൾ ഇന്റീരിയർ ഇട്ട് ഓട്ടിക്കുന്നത്. നമുക്ക് വണ്ടി ഇവിടെ എന്തായാലും പാർക്ക് ചെയ്യാം. നമ്മളന്ന് ഹസാർഡ് ലൈറ്റ് ഇട്ട് വണ്ടി പാർക്ക് ചെയ്ത് എഞ്ചിൻ ഓഫ് ആക്കി നമുക്ക് പോവാം. നമ്മുടെ ഇതാണ് നമ്മുടെ ടൂൾ സ്റ്റോറ്. നമുക്ക് വേണ്ടത് വേണമെങ്കിൽ ഫിഷ് റോഡ് എടുക്കാം, പക്ഷെ നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് വേണം, നമ്മുടെ കൂളർ വേണം, ക്യാമ്പിംഗ് ചെയർ വേണം, മാഷ്മെല വേണം, പിന്നെ നമ്മുടെ ക്യാമ്പ് ഫയർ മെയിനായിട്ട് വേണം, പിന്നെ നമ്മുടെ ടെന്റ് എടുക്കണം, പിന്നെ പിക്നിക് ടേബിൾ നമുക്ക് വേണ്ട, ഗ്രില്ല് എടുക്കണം, പിന്നെ നമ്മുടെ ജനറേറ്റർ, പിന്നെ നമ്മുടെ അമേരിക്കൻ ഫ്ലാഗ്, പിന്നെ നമ്മുടെ ഫയർ വർക്കും കൂടെ എടുത്തിട്ട് നമുക്ക് എന്തായാലും പോവാം ഗൈസ്. അതിന്റെ വിലയൊന്ന് നോക്കട്ടെ. ഗൈസ്, എല്ലാം കൂടി നമുക്കൊരു 400 രൂപ ചെലവായിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി കയറാം. ഓക്കെ ഗൈസ്, നമ്മുടെ എഞ്ചിൻ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോവാം. നമുക്ക് ഇന്റീരിയർ വിടാം. അപ്പൊ ഞാൻ സ്റ്റിയറിംഗ് വീൽ വെച്ചാണ് കളിക്കുന്നത്, ഞാൻ എല്ലാവർക്കും അറിയാലോ അല്ലേ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ക്യാമ്പ് ചെയ്യാം. നിങ്ങൾക്കറിയാമെങ്കിൽ ഈ ഗെയിമിലെ ടോളസ്റ്റ് മൗണ്ടൻ എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരണേ. കമന്റ് ചെയ്താൽ മതി. ആരെങ്കിലും ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ. ഇങ്ങോട്ടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്, മഴയോ എന്തോ വരുന്നുണ്ട്. ഞാൻ എവിടേക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷെ എവിടെയാണെന്നൊന്നും അറിഞ്ഞൂടാ. ഒരു മിനിറ്റ്. ഇപ്പൊ എവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ നമ്മള് പോവാം. എവിടെയെങ്കിലൊക്കെ കിട്ടും. ഞാൻ വീട്ടിൽ പോകണം. ബൈ. പപ്പച്ചുണ്ടാക്കി ഇവിടെങ്കിലൊക്കെ ഞാൻ പറപ്പിച്ച് വിട്ടിട്ട് ഏതെങ്കിലും കാട്ടിൽ പോയിരിക്കുന്നത്.
ഞാനുങ്ങളൊക്കെ അയ്യോ വിട്ട് 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 മറ്റേ നമ്മളിപ്പോ എവിടെ എത്തി നോക്കട്ടെ. അതോ ഞാൻ ബീച്ചിലെത്തി. അതാ 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 പോണു. എടാ ഞാൻ ബീച്ചിലെത്തി. ഏതൊക്കെ വഴി കൂടെ വന്നിട്ട് ബീച്ചിലെത്തി. നമ്മള് ഈ വഴിയല്ല വരാൻ നോക്കിയത്. അയ്യോ വിട്ട്. നല്ലോണം വിട്ടിട്ടുണ്ട്. അമ്മീ വണ്ടിന്ന് എടുക്കാൻ പറ്റിയാ മതിയായിരുന്നു. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും നല്ലോണം പാളിയിട്ടുണ്ട്. നല്ല ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും അവിടെ പോവാം. ഞാൻ ട്രെയിൻ സ്പോണിലോട്ടൊന്ന് പോട്ടെ. കറക്റ്റ് റിവേഴ്സ്. നല്ല മാന്യതയായിട്ട് ഓടിക്കാം ഗൈസ്. നമ്മുടെ ട്രെയിലർ സ്പോൺ ചെയ്യാം. ഇതല്ലേ നമ്മുടെ ട്രെയിലർ. വണ്ടി അവിടെ. എനിക്ക് നല്ലൊരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ടോളസ്റ്റ് മൗണ്ടൻ എവിടെയാണെന്ന് പറഞ്ഞൂടാ. നമ്മൾ നേരത്തെ ആ വഴിയല്ലോ വരുന്നു. ഈ വഴി പോയി നോക്കാം. ഇവിടെ ആണെന്ന് നോക്കാലോ. മോഡലാണ് ആണല്ലോ. വണ്ടി തിരിച്ചിട്ട് അതെ ശരി. ബൈ ബൈ. അതിന്റെ മേളിൽ കയറി ജമ്പ് ചെയ്താൽ നമുക്ക് ഈ മലയുടെ വേളയിൽ തന്നെ ക്യാമ്പ് ചെയ്യാം. നല്ല പ്രകൃതിയൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ ഒന്ന് പാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ എൻജിനും കൂടി ഒന്ന് നോക്കാതിട്ട് നമുക്ക്
അത് എന്താ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് ക്യാമ്പ് ചെയ്യാൻ വരുന്നത് ഗൈസ്. അപ്പൊ എങ്ങനെയുണ്ട് ഗായ്സ്? ഇതൊക്കെ കൊള്ളില്ലേ ഗായ്സ്? അപ്പൊ എല്ലാം ഗായ്സാണ്. നമുക്ക് എന്തായാലും നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം നമ്മള് ടെന്റ് ഒന്ന് എടുത്തിട്ട് റൊട്ടേറ്റ് ഗൈസ്. നമുക്ക് ഇച്ചിരി പ്രകൃതിയൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കാം. അല്ല ഇങ്ങോട്ട് വയ്ക്കുക, ഇവിടെ അല്ലേ വിറ്റതൊക്കെ ഉള്ളത്. ഗൈസ് നമ്മള് ഇവിടോട്ടാണ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്തത് മെയിൻലി വെക്കേണ്ടത് നമ്മുടെ ഇത് മറക്കാൻ പാടില്ല ഗൈസ്. നമ്മുടെ മെയിൻ സാധനമാണ്. നമ്മൾ ഇതിന്റെ അകത്തോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്ത് കയറി അങ്ങ് കിടക്കാൻ പറ്റും. കണ്ടില്ലേ? നമ്മള് പറഞ്ഞു താമസിക്കുന്നില്ല. നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത സാധനം വെക്കുക. നമ്മുടെ ഗ്രില്ലാണ്. ഗ്രില്ല് നമുക്ക് ഇവിടെ വെക്കാം. നമ്മള് ജനറേറ്റർ ഇവിടെ വയ്ക്കാം. നമ്മുടെ ക്യാമ്പ് ഫയർ ഈ എവിടെ വെക്കാം? ഇങ്ങോട്ടൊക്കെ വെക്കാം. എന്നിട്ട് നമ്മള് ചേറ് വെക്കാം ഇവിടെ. ഇന്ന് നമ്മള് 2 ചെയറുണ്ട് ഗൈസ്. എന്നാലും നമ്മൾ 2 ചെയർ ഇങ്ങോട്ട് വെക്കാം. കറക്റ്റ് സമയം ഗൈസ്. സൂര്യൻ അസ്തമിച്ച് വരുന്നുണ്ട്. സൂര്യനോട് എവിടെ ഗൈസ്? രാത്രി ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ അമേരിക്കൻ ഫ്ലാഗും കൂടി ഇങ്ങോട്ടങ്ങ് വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ഫയർ വർക്ക്സ് ഇവിടെ നോക്കാം. കൂളർ നമുക്ക് ചേറിന്റെ ബാക്കിലോട്ടങ്ങ് വെക്കാം. നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാം. നമ്മള് കിടന്നുറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
യോ ഗായ്സ് ഞാൻ ബാക്ക്. രാവിലെ പോട്ടെ. ബൈ 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 ബൈ. ശരി, നമ്മളിതുവരെ ജനറേറ്റർ ഓൺ ആക്കിയില്ല ഗൈസ്. ജനറേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ ക്യാമ്പ് ഫയർ ഒന്നിലേക്കിട്ട് യെസ് സോർ നമുക്ക് മാഷ്മെല്ലോ തിന്നാം. ഇവിടെ ഇരിക്കാം. മാഷ്മെല്ലോ ഇവിടെ മാഷ്മെല്ലോ പോയി. നമ്മളിതൊന്ന് വേവിക്കട്ടെ. എന്നിട്ട് നമ്മളാണ് വേണമെങ്കിൽ ഓക്കെ ഗൈസ്, പെർഫെക്റ്റ് യെല്ലോ. അതെ ബാഡ് ബാഡ് അല്ല, നമ്മളിവിടെ ചെയ്തിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം നമ്മുടെ മാഷ്മെല്ലോ. അയ്യോ അയ്യോ കരിഞ്ഞു കരിഞ്ഞു കരിഞ്ഞു, എടുത്ത് കളയടാ. ഓക്കെ, നമുക്ക് സമയമില്ല. നമ്മളെ ഓ സൂപ്പർ. ചേർന്നോ? നമുക്ക് ഒന്നും കൂടെ പൊട്ടിച്ചിട്ട് എടുക്കാൻ പറ്റില്ലേ ഗൈസ്? ഹലോ, എനിക്കത് എടുക്കണം. എടുക്കാൻ പറ്റില്ല. ശരി, ലോഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റില്ലേ? ശരി, ഞാൻ പോണ, എനിക്ക് എടുക്കാനൊന്നും പറ്റൂല. നമ്മളെന്തായാലും നമ്മളെല്ലാം എടുത്തിട്ട് അങ്ങ് പോവാം. അതെ നമ്മുടെ അമേരിക്കൻ ഫ്ലാഗ് നമ്മൾ തൂക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മളെ എന്താ അതിന്റെ കാര്യമൊന്നുമില്ല, നമ്മളെടുത്തിട്ട് പോവാൻ തന്നെ. ഓർമ്മ ഈ അടുത്ത സാധനം എടുക്കാൻ പറ്റില്ല. അപ്പൊ ശരി, ഞാൻ പോണേ. ഫയർ വർക്സ് നമ്മള് വന്ന വഴിയേതാ? അല്ല, വന്ന വഴിയേതാ? നമ്മളെന്തായാലും നമ്മുടെ ബീച്ച് ഹൗസിൽ പോവാണ് ഗൈസ്. ഐ മീൻ എന്റെ വീട്ടില് പോവാണ് ഗൈസ്. ഓക്കെ, എല്ലാം സെറ്റല്ലേ? നമ്മുടെ ക്യാമ്പർ. അയ്യോ, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ക്യാമ്പർ. ഡോർ തുറന്ന് ഇവിടെ നിന്ന് ഡോർ തുറന്ന് എങ്ങനെയുണ്ട് എന്റെ ക്യാമ്പർ? മമ്മി അല്ല, ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞേ? കൂടാ നമുക്ക് ശരി, ഇന്നത്തെ ഓൾറെഡി ബെഡ് ഉണ്ടായിരുന്നു. ഇത്ര ലക്ഷറിയസ് ആയിട്ടുള്ള ബെഡില് നമ്മള് ഇവിടെ വെച്ചിട്ട് ടെന്റിൽ പോയി തുടങ്ങി. അതിലൊരു വൈബ്. നമ്മളെന്തായാലും നമ്മൾ ഡോർ അടച്ചിട്ട് അവിടെ എന്റെ വീട്ടിലോട്ട് പോവാം. ഡോർ അടക്കട്ടെ. ശരി, ബൈ. ഓക്കെ ഗൈസ്, എന്തായാലും എന്റെ വീട്ടിലോട്ട് ആദ്യം നമുക്ക് ട്രെയിലറിൽ പോണം. ട്രെയിലർ സ്പോണെങ്കിൽ പോണം. എന്നാലും എനിക്ക് വഴി അറിയുള്ളൂ. പിന്നെ വന്ന വഴിയും കൂടെ പറഞ്ഞിരിക്കുകയാണ്. അയ്യോ, ഈ വഴി വിട്ടാലോ? അല്ലേ, വേണ്ട. പെട്ടിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ പോവാം.
അതാണ്ടത്. അല്ല ഇങ്ങോട്ടല്ലല്ലോ, അല്ല ഇങ്ങോട്ട് തന്നെ. ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് നമ്മുടെ ട്രെയിലർ സ്പോണുകളായിട്ട് പോകാൻ പറ്റും. ഇതേതാ സ്ഥലം? ഏതൊക്കെയോ കാട്ടുവഴി കൂടെ നമ്മൾ എടുത്തോണ്ട് വരുന്നുണ്ട്. കാട്ടുവഴി എന്ന് പറയാൻ പറ്റില്ല. സ്ക്രീനാണ് നമുക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിലർ സ്പോണി. നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ പോവാൻ തിരിച്ച്. റെഡാണ് ഗൈസ്. ശരി ഓക്കെ. ഈ വഴിയല്ല, ഈ വഴിയല്ല, ഈ വഴിയല്ല. നമുക്ക് വഴി മൊത്തം തെറ്റിരിക്കുകയാണ് ഗായ്സ്. നിങ്ങളിത് ഫുള്ള് കണ്ടിരിക്കുന്നുണ്ട്, ബോറടിക്കുന്ന തോന്നണം. എന്നാലും കണ്ടാൽ പറ്റുമല്ലോ, കണ്ടിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടാണ് ഗൈസ് പോകേണ്ടത്. സി വഴി തന്നെയാണ്. ആ പോട്ടെ. ഇപ്പൊ ക്യാമ്പ് ചെയ്ത വഴി തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ബ്രിഡ്ജിന്റെ വഴിയിലോട്ടാണ് പോകേണ്ടത്. ക്യാമ്പ് ചെയ്തത് ശരി. അതോ ഏതാ വഴി? ഏതൊക്കെയാ വഴിയിലെത്തിയിട്ടുണ്ട്. ആ വിട്ട് 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 ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അയ്യോ അതിന്റെ വണ്ടിയൊക്കെ പോയി.
ഈ വഴിയല്ലേ പോകേണ്ടത്? ഞാൻ എല്ലാം മറന്നിരിക്കുന്നു guys. അത് പറ്റൂല. ഇവിടെ നല്ല പോട്ടെ. അല്ല, നമ്മള് വന്നതിന്റെ ഓപ്പോസിറ്റ് വഴിയായിരുന്നു guys. ഇത് പോട്ടെ. എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്താ പറ്റിയത്? ഫൈനലി നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തിയില്ല, എത്താൻ പോകുന്നുള്ളൂ. So okay guys, ഈ സൈഡിൽ കാണുന്നതാണ് എൻ്റെ വീട്. ഇതാണ് എൻ്റെ വീട്, ഉണ്ടല്ലോ അല്ലേ? ഓക്കെ ഗൈസ്, നമ്മുടെ വീടാണിത്. ഞാനുണ്ട്. പിന്നെ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും കണ്ടതിന് താങ്ക് യു. ഇച്ചിരി നേരം ബോറടിച്ചു തോന്നുന്നു, കാരണം നമ്മള് ഈ വീഡിയോ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുത്തു ഗൈസ്. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.